ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയായ തരിക്കഞ്ഞി മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവയാണ്. റവയും അതുപോലെ തന്നെ വറുത്തതാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വറുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തരിക്കഞ്ഞിയെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ സേമിയ റവയൊക്കെ വറുത്തതാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേജ് ഒഴിവാക്കാം കേട്ടോ. ഡയറക്റ്റ് പാല് തിളപ്പിച്ചിട്ട് അതിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ 1/2 ലിറ്റർ പാലിലാണ് ഞാനിപ്പോ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇത് 4 ഗ്ലാസ് സെർവ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ഏലക്കേന്റെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തരിക്കഞ്ഞി തേങ്ങാപ്പാൽ വെച്ചും ചെയ്യാട്ടോ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് പശുമ്പാലിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ, ചവ്വരി, റവ എന്നിവ ഇതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും കുറച്ചും കൂടെ റവയൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന്. പക്ഷേ റവയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ സെർവ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി തിക്കായി കിട്ടും. അപ്പം നമ്മുടെ സേമിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതിയാകും. പിന്നെ ചവ്വരി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചവ്വരിക്ക് പകരം സേമിയത്തിൻ്റെയും റവയുടെയും അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക്. ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ തരിക്കഞ്ഞി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി തരിക്കഞ്ഞി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാകും. ഞാനിവിടെ കൂടുതൽ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ തരിക്കഞ്ഞി താളിക്കുമ്പോൾ എല്ലാവരും കുറച്ച് ചെറിയുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ട് താളിക്കാറുണ്ട്. എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെറിയുള്ളി ചേർക്കാത്തത്. അപ്പോൾ ചെറിയുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തരിക്കഞ്ഞി കുടിക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിക്കും ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാക്കണം നമ്മുടെ തരിക്കഞ്ഞിക്ക്. അപ്പോൾ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായി മാറിയിട്ടുണ്ടാവും കേട്ടോ. തണുത്തതിന് ശേഷം കുടിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മലപ്പുറം സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഈ വെറൈറ്റി ആയ തരിക്കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഈ തരിക്കഞ്ഞിക്ക് തരിപ്പായസം എന്നും ഒരു പേരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു പായസം തന്നെയാണ്. നമ്മൾ പായസത്തിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മലപ്പുറം സ്റ്റൈലിലുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. നാളത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി നമുക്ക് വീട്ടിൽ എങ്ങനെ ഈസിയായി മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഈ മാംഗോ സ്ക്വാഷിൻ്റെ റെസിപ്പി കാണാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്